Okay. അടുത്തത് write a C program that allows the user to enter a line of text, store it in an array and display it backward. ഒരു string enter ചെയ്യുക, അതിനെ reverse order print ചെയ്യുക. Okay. The string length should be unspecific, but assume it will not exceed 80 characters. Okay. strarb എന്നൊരു ഫംഗ്ഷന് പകരമുള്ള കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സെയിം കോഡ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അതായത് ആദ്യമേ ലെങ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. strlen ഡയറക്റ്റ് അങ്ങ് വിളിക്കുന്നു, strlen ഓഫ് s വിളിക്കുന്നു, നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടി. ഇനി അതിൻ്റെ ഫോർ ലൂപ്പ് ഉപയോഗിക്കുക. ഫോർ i ഈക്വൽ ടു l-1, നമ്മുടെ അറേ റിവേഴ്സ് ചെയ്യാനുള്ള കോഡ്. ഓക്കെ, i ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഓക്കെ, i മൈനസ് മൈനസ് എഴുതിയിട്ട് ഇവിടെ പ്രിന്റ് ഓഫ് %c s of i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി അവർ പറഞ്ഞേക്കുന്നത് 80 ക്യാരക്ടേഴ്സ് മാക്സിമം പറ്റാവൂ എന്നുള്ള അസംഷനിലൊക്കെയാണ്. അപ്പോൾ 80 ക്യാരക്ടേഴ്സ് മാക്സിമം പറ്റുമെങ്കിൽ നമ്മളിതാ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തായിട്ടും കൊടുത്താൽ മതി, char s ഈക്വൽ ടു അതാണ് char s of 80 എന്ന് കൊടുത്താൽ മതി. വേറെ ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. 5 മാർക്കിനൊന്നും ഒന്നും ഇല്ലത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അത് ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്ത സ്ട്രക്ചറിന്റെ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ഡിഫൈൻ എ സ്ട്രക്ചർ നെയ്മഡ് വർക്കുകൾ, ഇയർ ആൻഡ് പ്രൈസ്. ഓക്കെ, അങ്ങനെ 10 വർക്കുകളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് സോർട്ട് ആൻഡ് അറേ ഡിസെൻഡിങ് ഓർഡർ ബേസ്ഡ് ഓൺ പ്രൈസ്, പ്രൈസിന്റെ ബേസിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ തൊട്ടം ചെയ്ത സെയിം ക്വസ്റ്റ്യൻ്റെ ഇതിനകത്ത് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് വർക്കേഴ്സിന് ഇതിൻ്റെ ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇത് കുറച്ച് എഴുതാനുള്ള കോഡാണ്. 4 മാർക്കിന് അത്ര എളുപ്പമല്ല. ഡെവലപ്പ് എ ഫംഗ്ഷൻ ദാറ്റ് ടേക്സ് 2 ഡേറ്റ് ആസ് ഇൻപുട്ട് ആൻഡ് കമ്പയർ ദം. The function should return 1 if date 1 is earlier than date 2. 1 ആണ് ചെറുതെങ്കിൽ ഡേറ്റ് 1 ആണ് ചെറുതെങ്കിൽ 1 എന്നും, ഡേറ്റ് 2 ആണ് ചെറുതെങ്കിൽ ഡേറ്റ് 2 ആണ് ചെറുതെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യണം. ഏതോ ഒന്ന്. ഓക്കെ, അത് ഏതായാലും നമുക്ക് എഴുതാം. ഓക്കെ, പക്ഷെ 4 മാർക്കിൻ്റെ ലോജിക് അല്ലത്. ഇനി നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഡേറ്റും ടൈമും ആണ് വേണ്ടതല്ലേ. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള കോഡ് എടുക്കാം. ഡേറ്റ് എടുത്തു. ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് 3 കണ്ടന്റുകൾ മാത്രം. ഇയർ, മന്ത്, ഡേ. ഓക്കെ, ഇനി സ്ട്രക്ട് ഡേറ്റ്, D1 D2 2 ഡേറ്റുകൾ എടുത്തു. ഓക്കെ, ഇനി റീഡ് ചെയ്യുന്ന കഥകളൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നത്, ജസ്റ്റ് 2 ഡേറ്റുകളൊക്കെ റീഡ് ചെയ്തു. ഇവർക്ക് വേണ്ടത് ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻറ്റ് ഏതാണ്? ഡേറ്റ് കമ്പാരിസൺ ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ കമ്പയർ എന്നൊരു ഫംഗ്ഷൻ എഴുതുന്നു. അവിടേക്ക് വരുന്ന കണ്ടന്റുകൾ സ്ട്രക്ട് ഡേറ്റ്, D1, സ്ട്രക്ട് ഡേറ്റ് D2. ഓക്കെ, രണ്ടെണ്ണം എഴുതി. ഇനി എനിക്ക് വേണ്ടത് ഡേറ്റ് 1 ആണോ ഡേറ്റ് 2 ആണോ ചെറുതെന്ന് അറിയണം. അപ്പോൾ ആദ്യമേ നമുക്ക് എന്തെല്ലാം കമ്പയർ ചെയ്യണം? ഇയർ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നോക്കുക, ഇഫ് D1 ഡോട്ട് ഇയർ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഏതായാലും മതി D2 ഡോട്ട് ഇയർ. D1ന്റെ ഇയർ ആണ് ചെറുതെങ്കിൽ, D2നെക്കാട്ടും D1ന്റെ ഇയർ ആണ് ചെറുതെങ്കിൽ അപ്പോഴേ നമുക്ക് റിട്ടേൺ ഏതാണ്? 1 ആണെങ്കിൽ 1. അതായത് D1 ചെറുതാണെങ്കിൽ 1ഉം D2 ചെറുതാണെങ്കിൽ 0 ആണ് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോഴേ 1 കൊടുക്കാം. ഓക്കെ, ഇനി എൽസ് ഇഫ് ഇതേ കണ്ടീഷൻ നമ്മൾ വീണ്ടും ഒന്നുകൊണ്ട് കൊടുക്കുന്നു.
ഇത് ഗ്രേറ്റർ ആണെങ്കിൽ